നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയും നിന്റെ ഫാമിലിയും രക്ഷയുടെ പത്മവ്യൂഹത്തില. നിനക്കത് ഭേദിച്ചു പോകാൻ കഴിയില്ല. ഈ റിസോർട്ടിന്റെ മതിൽക്കെട്ടിനപ്പുറം നീ കടന്നാൽ നീ കാണാൻ പോകുന്നത് നിരപരാധിയായ ഒരു പെണ്ണിന്റെ ചേതനയേറ്റ ശരീരമായിരിക്കും. അവിടെ നിൽക്കുന്ന ആരും ഇനി നിന്നെ തടയില്ല. പോന്നെങ്കിൽ പൊയ്ക്കോ. ചേച്ചിക്ക് നടക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കുന്ന കരുതണ്ട. അല്ലെന്ന് ഞാൻ എന്തിനു പറയണം? അമ്മു, നീ എന്നൊന്ന് വിശ്വസിക്കേ. നീ കരുതുന്ന പോലെ എഴുന്നേറ്റ് നടക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഗോവിന്ദ് തന്നെ അതൊന്ന് പറഞ്ഞു കൊടുക്ക്. സിദ്ധിമുത്തി പറഞ്ഞിട്ട് പോയത് എന്താ? തുടക്കത്തിൽ ചുവടുകൾ വെക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും നടന്നു തുടങ്ങിക്കഴിഞ്ഞാ കൈ പിടിച്ച് നടക്കാന്നല്ലേ? നീ ഈ തിടുക്കം കാണിക്കുന്നത് എന്നെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ വരില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛനും അമ്മയും വരാൻ കാത്തിരിക്കുവാ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. നീ എന്നൊന്ന് മനസ്സിലാക്കും മോളെ. നീ ആഗ്രഹിക്കുന്നത് പോലെ ആ വിവാഹം മുടക്കാൻ എനിക്ക് കഴിയില്ല. നമുക്ക് സഞ്ജുവിന്റെ വഴിക്ക് വിടാം. അതായിരിക്കും നടക്കേണ്ടിയിരുന്നത്. എന്നെ സഞ്ജുവിനെ വേർപിരിക്കാനാവും ഞാൻ ഈ വേദനകളൊക്കെ അനുഭവിച്ചത്. അതിൽ നിന്നൊക്കെ ഞാൻ മോചനം നേടി വരുന്നതേ ഉള്ളൂ. വീണ്ടും വിധിയെ വെല്ലുവിളിച്ച് ഒരു വിവാഹം നടക്കുന്ന കതിർമണ്ഡപത്തിലേക്ക് കടന്നു ചെല്ലാൻ ചേച്ചിക്ക് കഴിയില്ല. ചേച്ചിയുടെ രാജകുമാരനെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ വിധിയായിട്ട് കാണാനുള്ള മനക്കെട്ടി ചേച്ചിക്കുണ്ടോ? ഉണ്ടെങ്കിൽ കേക്ക്. രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച ആ മനുഷ്യൻ കതിർമണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്നത്. ഒന്ന്, ചേച്ചി വന്നില്ലെങ്കിൽ സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടാന്ന് വീട്ടുകാർക്ക് കൊടുത്ത വാക്ക്. മറ്റൊന്ന്, മുഹൂർത്തത്തിന് മുൻപ് ഞാൻ ചേച്ചിയും കൊണ്ട് കതിർമണ്ഡപത്തിൽ വരുമെന്ന് അദ്ദേഹത്തിന് കൊടുത്ത വാക്ക്. അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നടത്തിയ വെല്ലുവിളി സഞ്ജന ഏറ്റെടുത്തതാ. അതിന് ചേച്ചി സാക്ഷിയാ. സഞ്ജു കെട്ടിയ താലി കഴുത്തിലണിഞ്ഞ് സഞ്ജുവിന് സാധിക്കും വേണ്ടി ജീവൻ കളയാൻ തയ്യാറായ ഒരു പെണ്ണ്. അറിയുന്തോറും നീ എന്നെ അമ്പരിപ്പിക്കുകയാണമ്മോ. ചേച്ചിയുമായി ഞാൻ വരുന്ന പ്രതീക്ഷയിൽ കതിർ മണ്ഡപത്തിലേക്ക് കയറുമ്പോ ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ കഴിയാതെ വന്ന എന്ത് ചെയ്യണമെന്നും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. വീട്ടുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ അദ്ദേഹം സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടും. അടുത്ത നിമിഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.